റമളാനിലെ മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു മഹദി അവറുകളെ സന്ദർശിക്കുകയും മഹദി അവറുകളുടെ വീടിന്റെ സമീപത്തുള്ള പള്ളിയിൽ വെച്ച് തറാവീഹ് നിസ്കരിക്കാറുമുണ്ടായിരുന്നുവെന്നൊക്കെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ മഹദിയുടെ സമീപത്ത് ചെന്ന് ഹദീസുകൾ കേൾക്കും. നല്ല പണ്ഡിതയായിരുന്നു, വലിയ ആലിമത്തായിരുന്നു നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. നല്ല അറിവുള്ള വലിയ പണ്ഡിതയായിരുന്നു. അപ്പൊ ആ ഇൽമു കേൾക്കാനും ആ പഠിക്കാനും ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അവിടുത്തെ ഹദ്റത്തിലേക്ക് വന്ന് അത് പഠിക്കാറുണ്ടായിരുന്നു. ഒരു മുറയുടെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് ഇൽമുകൾ കേൾക്കാറുണ്ടായിരുന്നു. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന് വല്ല രോഗവും ഉണ്ടായാൽ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ ആളുകളുടെ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് ആളുകളെ പറഞ്ഞയപ്പിച്ച് ദുആ ചെയ്യിപ്പിക്കാറുണ്ടായിരുന്നു. എല്ലാ പ്രാവശ്യവും ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു രോഗാണ്, ദുആ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി മഹദി അവറുകൾ ദുആ ചെയ്യാൻ വലിയ രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ട ആളായിരുന്നു ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. ഇൽമു പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഇരുന്നാൽ മഹാനവറുകളുടെ ശരീരത്തിൽ നിന്ന് രക്തം പോകുന്നൊരു രോഗമുണ്ടായിരുന്നു. ഒരു പാത്രം നിറയെ ആ രക്തം ആകുമായിരുന്നു അത്രേ. ആ രൂപത്തിൽ വലിയ രോഗങ്ങളെ കൊണ്ട് അള്ളാഹു പരീക്ഷിച്ച വലിയ മഹാനാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. അള്ളാഹിന്റെ പരീക്ഷണാണ്, കടുത്ത പരീക്ഷണം. പക്ഷെ ആ പരീക്ഷണത്തിലൊക്കെ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു വിജയിച്ചിട്ടുണ്ട്. ഇബാദത്തിനൊരു കുറവ് വരുത്തിയില്ല. ഇൽമു പഠിക്കാനും പഠിപ്പിക്കാനും അതിനുവേണ്ടി സമയം കണ്ടെത്തി. ഇതൊന്നും ആ രോഗമൊന്നും അവിടുത്തെ ജീവിതത്തിന് ഒരു ഇബാദത്തിനോ അവിടുത്തെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള ഗമനത്തിനോ ഒരു കുറവും വരുത്തിയില്ല. പക്ഷെ രോഗം കൂടിയാൽ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹു അടുക്കലേക്ക് ആളുകളെ പറഞ്ഞേക്കും. അപ്പൊ അവര് ദുആ ചെയ്യും. അപ്പൊ അതിന് വലിയ ശമനം ഉണ്ടാവും. പിന്നെയും രോഗം വരുമ്പോ പിന്നെ ആള് പറഞ്ഞേക്കും. മരണത്തിന്റെ സമയമായപ്പോൾ മഹദി അവറുകൾ അടുക്കലേക്ക് ദുആ ചെയ്യിപ്പിക്കാൻ വേണ്ടി പറഞ്ഞേച്ചാൽ മഹദി അവറുകൾ രോഗശമനത്തിന് വേണ്ടി ദുആ ചെയ്യും. പക്ഷെ മരണമാസന്നമായ സമയത്ത് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഒരാളെ പറഞ്ഞയച്ചു. ഷാഫി ഇമാമിന് രോഗാണ്, ദുആ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ മഹദി അവറുകൾ രോഗശമനത്തിന് വേണ്ടി ദുആ ചെയ്തില്ല. ആ മഹദി അവറുകൾ അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹുവേ, നിന്റെ നിന്നെ ദർശിക്കാനുള്ള സൗകര്യം ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു ഒരുക്കി കൊടുക്കട്ടെ. എല്ലാ ദിവസവും രോഗശമനത്തിന് വേണ്ടി ദുആ ചെയ്യുന്ന നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു രോഗമായി മരിക്കാൻ പോകുന്ന ആ സമയത്തിയപ്പോൾ രോഗശമനത്തിന് വേണ്ടി ദുആ ചെയ്തില്ല. അല്ലാഹുവിനെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. മഹദിയവറുകൾക്ക് മനസ്സിലായിട്ടുണ്ട്, മരണം അടുത്ത് വന്നിട്ടുണ്ട്, മരിക്കാനായിട്ടുണ്ട്. അതാണ് ബീവി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ. മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി, എൻ്റെ മരണം അടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ അങ്ങനെ ദുആ ചെയ്തത്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ നിസ്കരിച്ചു.
മഹദിയായ നഫീസത്തുൽ മിസ്രിയ ജനാസ നിസ്കരിച്ചു എന്നറിയുമ്പോൾ ഇമാമായി നിസ്കരിച്ചു എന്ന് കരുതണ്ട. ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ ജനാസ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് കൊണ്ടുവന്നു, ഇങ്ങോട്ട് കൊണ്ടുവന്നു. മരണപ്പെട്ടപ്പോൾ, വഫാത്തായപ്പോൾ അമീറിന്റെ നിർദ്ദേശപ്രകാരം ഹിജ്റ 204 ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. അഥവാ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ ഹിജ്റ 145 അപ്പൊ ഒരു ഏകദേശം 59 വയസ്സൊക്കെ ഉണ്ടാവും. 59 അല്ല, 45 എന്ന് പറയുമ്പോൾ അത് ഏകദേശം 49, 50 വയസ്സ്. ആ 50 വയസ്സുള്ള സമയത്ത് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരികയും അങ്ങനെ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ആ ജനാസക്ക് മഅ്മൂമായി നിസ്കരിച്ചു. മഅ്മൂമായി നിസ്കരിക്കാലോ, സ്ത്രീകളെ ഭാഗത്ത് നിസ്കരിക്കണം, അതിന് കുഴപ്പമില്ല. അതേ സമയത്ത് സ്ത്രീകൾക്ക് മയ്യിത്ത് നിസ്കാരം ഉണ്ടോ ഇല്ലേ, നിസ്കരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ചില നാടുകളിൽ ഒരു പരിപാടിയുണ്ട്, മയ്യത്ത് എടുക്കാൻ നിൽക്കുമ്പോൾ പെണ്ണുങ്ങളുണ്ട് ഒരു നിസ്കാരിക്കാൻ വേണ്ടി ഒരുക്കം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാര് ആരും ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനാസ നിസ്കാരത്തിൽ ഞാൻ പങ്കെടുത്തു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ ജനാസ നിസ്കാരത്തിൽ ഞാൻ പങ്കെടുത്തു എന്ന ഒരു ഹദീസും നമുക്ക് കാണിക്കാൻ കഴിയുകയില്ല. സ്ത്രീകൾക്ക് ജനാസ നിസ്കാരം ഉണ്ടോ, അവിടെ ഒരു പുരുഷന്മാരില്ലാത്തൊരു ഘട്ടം വരുമ്പോൾ സ്ത്രീകൾ നിസ്കരിക്കുന്നുണ്ട്, വേറെ വിഷയം. അങ്ങനെ ഒരു കാലഘട്ടം ഇന്നില്ലല്ലോ. അത് നമുക്ക് നിസ്കരിക്കാമോ, നിസ്കരിക്കാൻ കുഴപ്പമൊന്നുമില്ല, മഅ്മൂമായി നിസ്കരിക്കാം. പക്ഷേ പുരുഷന്മാരുടെ ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാകണം സ്ത്രീകൾ മയ്യിത്ത് നിസ്കരിക്കേണ്ടത്. അവരെ മുൻകടക്കാൻ പാടില്ല. ഇത് ചില വീടുകളിൽ ഇപ്പൊ ബിദഅത്തിന്റെ കക്ഷികൾ കൊണ്ടുവന്ന ഒരു സിസ്റ്റാണ്. മയ്യിത്ത് നമുക്ക് നിസ്കരിക്കണ്ടേ, നമുക്ക് മയ്യിത്ത് നിസ്കരിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് പുരുഷന്മാരുടെ ഒരു ജമാഅത്ത് നടക്കുന്നതിന് മുമ്പ് വീട്ടിൽ സ്ത്രീകളുടെ വക ഒരു നിസ്കാരം, എന്റെ ഉമ്മല്ലേ. അങ്ങനെ ഒരു ജനാസ നിസ്കാരം കഴിഞ്ഞ കാലങ്ങളിൽ മറ്റുള്ളവരുടെ നേതൃത്വത്തിൽ നടന്നായ ഏതെങ്കിലും ഒരു ഹദീസ് മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ എന്തെല്ലാം വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാനേ മുത്ത് റസൂലുള്ളാഹിന്റെ ജനാസ നിസ്കരിച്ചു എന്ന് എവിടെയും കാണാൻ കഴിയുന്നില്ലല്ലോ. അതിൽ നിന്നാ മനസ്സിലാക്കേണ്ടത്, അല്ലാഹുവിന്റെ അടുക്കല് അവർ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മയ്യിത്ത് നിസ്കരിക്കേണ്ട ആളുകൾ നിസ്കരിച്ചോട്ടെ. ഇനി സ്ത്രീകളുടെ പുരുഷന്മാരുടെ ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞ് ആദ്യത്തെ നിസ്കാരം പുരുഷന്മാരുടെ നിസ്കാരം കഴിഞ്ഞ ശേഷം ഇനി എൻ്റെ ഉമ്മാന്റെ പേരിൽ മയ്യിത്ത് നിസ്കരിക്കണം എന്നൊരു മകൾക്ക് തോന്നുകയാണെങ്കിൽ നിസ്കരിക്കുന്ന കുഴപ്പമൊന്നുമില്ല, നിസ്കരിക്കേണ്ട കുഴപ്പമില്ല. പക്ഷെ അതിന് മുമ്പുള്ള ഒരു നിസ്കാരമുണ്ട് ചില സ്ഥലങ്ങളിൽ, അത് പാടില്ലാത്തതാണ്, തെറ്റാണ്. കൂടുതൽ അങ്ങോട്ട് കിടക്കണില്ല. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ജനാസക്ക് മഅ്മൂമായി നിസ്കരിക്കുകയാണ്. അത് അമീറിന്റെ നിർബന്ധമാണ്. അമീറിന്റെ നിർബന്ധത്തിന് വഴങ്ങി നിസ്കരിക്കുകയാണ്. മാഷാ അല്ലാഹ്. മഅ്മൂമായി മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ നിസ്കരിച്ചു എന്ന കാരണത്താൽ അന്ന് നിസ്കാരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു പുറത്ത് കൊടുത്തിട്ടുണ്ട്. എന്ന് അറിയപ്പെടുന്ന ഒരു അശരീരി ഉണ്ടായി. ആ കാരണം കൊണ്ട് അല്ലാഹു എല്ലാവരുടെയും ആ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ നിസ്കാരത്തിൽ പങ്കെടുത്ത എല്ലാവരുടെ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുത്തു. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ആ ജനാസ നിസ്കാരത്തിൽ പങ്കെടുത്തു എന്ന കാരണത്താൽ മാഷാ അല്ലാഹ്
ആരാണല്ലേ ബീവി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ. ഓ പ്രിയപ്പെട്ട മുത്തുമുമിനീങ്ങളെ, മുത്തുമുമിനാത്തുകളെ, അല്ലാഹു രണ്ടുപേരുടെയും പൊരുത്തം അല്ലാഹു നമുക്ക് നൽകട്ടെ. അവരെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഈജിപ്തിന്റെ ഭരണാധികാരിയായ അമീർ കൊടുത്ത വലിയ വീട്ടിലാണ് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ താമസം. അവരെന്ത് ചെയ്തു എന്നറിയുമോ? അവരുടെ കൈ കൊണ്ട് ആ വീടിന്റെ ഉള്ളിൽ ഒരു ഖബർ കുഴിച്ചു. ഒരു ഖബർ അങ്ങോട്ട് കുഴിച്ചു. എന്നിട്ട് ഖബറിന്റെ ഉള്ളിലിരുന്ന് ഖുർആൻ ഓതാൻ തുടങ്ങി. മാഷാ അല്ലാഹ്. ഖബറിൽ വെച്ച് 190 പ്രാവശ്യം ഖത്ം ചെയ്തു അത്രേ. 2000 പ്രാവശ്യമെന്നും 1900 ആണെന്നും അഭിപ്രായമുണ്ട്. $190 എന്ന് പറയുന്നത്, 2000 എന്ന് പറയുന്നത്, 1900 എന്ന് പറയുന്നത്. ഏതായിരുന്നാലും ഒരുപാട് ഖത്മുകള് ആ ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഓതി തീർത്തു ബീവി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. 190 പ്രാവശ്യമാണ്. 190 ദിവസം പോരെ? ഒരു ദിവസം ഒരു ഖത്മ തീർക്കുന്ന അവരില്ലേ? നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയം. 190 ആയിരിക്കുമല്ലോ, ചിലപ്പോൾ 1900 ആയിരിക്കും. അല്ലാഹു അലം. ഏതായിരുന്നാലും ഖബറിൽ വെച്ച് ഖത്മ ഓതി. നമ്മള് ഖബറിൽ പോയിട്ട് നല്ല ശീതീകരിച്ച റൂമിന്റെ ഉള്ളില്, പള്ളിയില് സൗകര്യമുള്ള കാറ്റിങ്ങനെ അടിച്ചു വീശുന്നിടത്ത് ഒക്കെ നമുക്ക് ഇരിക്കാൻ സൗകര്യമുണ്ട്. എന്നിട്ട് നമ്മള് അള്ളാഹുവിന്റെ ഖുർആൻ ഓതിയോ, പാരായണം ചെയ്തോ, ഖത്മ തീർത്തോ, ഇൻഷാ അല്ലാഹ് മറ്റന്നാള് മഹദിയായ ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹ 1-ാം തീയതി സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോകും. അതുപോലെ ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ, ഫാത്തിമ ഉമ്മ റളിയല്ലാഹു അൻഹ, അവരുടെയൊക്കെ പേരിൽ നമ്മൾ ഓതിയ ഖത്മുകൾ അപ്പോഴേക്കും ഓതി തീരുമല്ലോ അല്ലേ? എല്ലാവരും ഓതി തീർക്കണം നമുക്ക് ഇൻഷാ അല്ലാഹ്. ഇതൊക്കെ അവരെ ഹളറത്തിൽ പോയി അവർക്ക് ഹദിയ ചെയ്ത്, ബദരീങ്ങളെ ഹളറത്തിൽ ചെന്ന് അവരെ പേരിൽ ഹദിയ ചെയ്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്. അതേ മഹദി അവറുകൾ ഖബറിലിരുന്ന് ഖത്മ തീർക്കുകയാണ്. അല്ലാഹ് ഒരുപാട് കറാമത്തുകൾ കാണിച്ചു, ഒരുപാട് കറാമത്ത്. കഴിഞ്ഞ വർഷമൊക്കെ ഞാനത് പറഞ്ഞിട്ടുണ്ട്, ഞാനിപ്പോൾ അതിലേക്ക് കിടക്കണില്ല. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ അയൽവാസി ഉണ്ടായിരുന്നു. ആ സഹോദരിക്ക് നടക്കാൻ കഴിയാത്ത ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ മകളെ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാക്കിയിട്ട് അവര് മറ്റൊരു സ്ഥലത്തേക്ക് പോയി. അങ്ങനെയാണല്ലോ, ഈ നടക്കാൻ കഴിയാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ആ ഉമ്മമാർക്ക് പിന്നെ എവിടേക്കും പോകാൻ കഴിയില്ല. അങ്ങനെ വിഷമം അനുഭവിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്. അവർക്കൊരു പരിപാടിക്കും പോകാൻ കഴിയില്ല, ഒരു സൽക്കാരമില്ല, ഒരു കല്യാണമില്ല. അല്ലാഹ് നീ അവർക്ക് വലിയ ക്ഷമ കൊടുക്കണേ അല്ലാഹ്. മഞ്ചേരിയിലുണ്ട് ഒരു ഉമ്മ, 3 മക്കളാണ്. അങ്ങനെയുള്ള മക്കള് 3 നടക്കാൻ കഴിയില്ല. 3 എടുത്തുകൊണ്ട് ഇരുത്തണം, 3 കുളിപ്പിക്കണം, 3 വായിൽ ഭക്ഷണം വെച്ച് കൊടുക്കണം. അല്ലാഹ് ആ ഉമ്മാന്റെ ഒരു കഷ്ടപ്പാട്, ഒരു വേദന മദനീയം കേൾക്കാറുണ്ട്. അതിൻ്റെ ഇടയിലും ആ ഉമ്മ അല്ലാഹുവേ സ്വർഗം നൽകണേ അല്ലാഹ്,
ഞാൻ ഉമ്മാനോട് പറഞ്ഞിട്ടുണ്ട്, ഉമ്മ നിങ്ങൾക്ക് അല്ലാഹു സ്വർഗം തരാൻ വേണ്ടി തന്നതാണ് ഈ മക്കളെ. എത്രയോ ഉമ്മമാരുണ്ട്. കർണാടകയിൽ ഞാനിപ്പോൾ അടുത്ത് പോയപ്പോൾ, നെല്ലിയാടി എന്ന് പറയുന്ന സ്ഥലത്ത് പോയപ്പോൾ അവിടെയുണ്ട് 2 മക്കള്. ആ വീട്ടിലെ 2 മക്കൾ, അവർക്ക് നടക്കാനൊന്നും കഴിയില്ല. നടന്നിട്ട് മദീനയിൽ പോകണമെന്നാണ് ആ പൊന്നുമോന്റെ ആഗ്രഹം. സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ, സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ ബറക്കത്ത് കൊണ്ട് നടത്തിപ്പിക്കണേ അല്ലാ. മദീനയിലേക്ക് പോകാനുള്ള സൗകര്യം ചെയ്തു തന്ന പ്രിയപ്പെട്ട ഞങ്ങളെ ഇസ്മായിൽ ഹാജി പുത്തൂര്, അദ്ദേഹത്തിൻ്റെ മകളും, അല്ലാഹുവേ സാറമോള് നടക്കാൻ കഴിയാത്ത മോളാണ്, നടത്തിപ്പിക്കണേ അല്ലാ. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ ബറക്കത്ത് കൊണ്ട് നടത്തിപ്പിക്കണേ അല്ലാ. അങ്ങനെയുള്ള രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് മക്കളുണ്ട്, പരിഹാരം നൽകണേ റബ്ബേ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുത്തുമൂമിനീങ്ങളോട് പറയുന്നത്, മുത്തുമൂമിനാത്തുകളോട് പറയണത്, നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാക്കിയിട്ട് ഈ ഉമ്മ മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. മാഷാ അല്ലാഹ്, ഉമ്മ തിരിച്ചു വരുമ്പോഴേക്ക് കാണുന്നത് നടക്കാൻ കഴിയാത്ത മകൾ നടക്കുന്നതാണ്. അത്ഭുതല്ലേ? പിന്നെ പറയണോ? ആളുകൾ ആശ്ചര്യായില്ലേ, അത്ഭുതമായില്ലേ? ഇതെങ്ങനെ സംഭവിച്ചു? ഇതെന്താണ് സംഭവിച്ചത്? ഇതെങ്ങനെയാണ് ഇങ്ങനെയായത്? അല്ലാഹ്, എങ്ങനെയാണ് ഇങ്ങനെ സംഭവിച്ചത്? നടക്കാൻ കഴിയാത്ത മകൾ നടക്കും. അപ്പൊ അവര് ഒളുവെടുക്കുന്ന സമയത്ത് ആ ഒളുവിന്റെ വെള്ളം ഒഴുകി വന്നപ്പോൾ ഈ മകളെടുത്തത് കുടിക്കുകയോ അത് ശരീരത്തിൽ പുരട്ടുകയോ ചെയ്തു. മഹദിയവറുകള് ഒളുവെടുക്കുന്ന വെള്ളം, ആ വെള്ളത്തിന്റെ ബറക്കത്തെടുത്തു ഈ പൊന്നുമോള്. ആ കാരണത്താൽ ആ രോഗമാറി നടക്കാൻ തുടങ്ങി. പെട്ടെന്ന് അത്ഭുതം കാണാൻ. ഇത് ജനങ്ങൾക്കിടയിലേക്ക് ഇങ്ങനെ പരന്നാ പിന്നെ ആളുകൾ ഒഴുകാണ്ടിക്കോ? ആളുകൾ ഒഴുകി വരൂലേ? മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. അങ്ങനെയാണ് ആളുകൾ കൂടിയത്. ആളുകളുടെ ഒഴുക്ക് എങ്ങനെയാ വർദ്ധിച്ച്. പിന്നെ എല്ലാരും വരിക തന്നെ. ആളുകൾക്ക് ഇങ്ങനെ ഇത് മാറിക്കിട്ടണം, രോഗം മാറണം. പരിഹാരത്തിന്റെ കേന്ദ്രമുണ്ടായാൽ ആ പരിഹാര കേന്ദ്രത്തിലേക്ക് ജനങ്ങൾ ഒഴുകി വരും. സ്വാഭാവികമാണ്. മനുഷ്യനെല്ലാവരും പ്രയാസത്തിലാണ്. അല്ലാഹ്, നമ്മുടെ പ്രയാസങ്ങൾ നീ തീർത്തു തരണേ അല്ലാഹ്. അങ്ങനെ സ്വന്തം വീട്ടിൽ ഒരു ഖബർ കുഴിച്ച് ആ ഖബറിൽ ഖുർആൻ ഓതി ഖത്മ തീർക്കുകയാണ്. അല്ലാഹ്, മഹദിയവറുകളുടെ സഹോദരന്റെ പുത്രിയായ സൈനബ എന്നവർ റളിയല്ലാഹു അൻഹ അവർ പറയാണ്, നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ഹിജ്റ 208 റജബ് മാസത്തിലെ രോഗം പിടികൂടുകയാണ്. ദിവസങ്ങൾ കഴിയുന്തോറും രോഗങ്ങൾ ഇങ്ങനെ മൂർച്ഛിച്ചുകൊണ്ടേയിരുന്നു, രോഗം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. രോഗം ഉണ്ടാവുക എന്നുള്ളത് ഒരു വലിയ ശിക്ഷയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. രോഗം അള്ളാന്റെ പരീക്ഷണമാണ്. മരണമാസന്നമായ സമയമാകുമ്പോൾ ചെറിയ രോഗങ്ങളൊക്കെ ഉണ്ടായി എന്ന് വരാം. മനുഷ്യനെ അള്ളാഹു അങ്ങനെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ചിലർ പെട്ടെന്ന് മരിക്കും, ചിലർ രോഗം കൊണ്ട് മരിക്കും. അള്ളാഹിന്റെ കഥ, ചിലർ ആക്സിഡന്റിൽ മരിക്കും, ചില വേറെ പല കാരണങ്ങളാൽ മരിക്കും. ഏതായാലും അള്ളാഹു നമ്മുടെ മരണസമയം നന്നാക്കി തരട്ടെ, നമ്മുടെ ആഖിബത്ത് അള്ളാഹു നന്നാക്കി തരട്ടെ. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. വസീലയാണ്. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയെ വസീല ചെയ്തിട്ട് ദുആർക്കാണ്. ആ ദുആഇന് വലിയ ഇജാബത്ത് ഉണ്ടാവും. നമ്മളൊന്നിനും കൊള്ളാത്തവരാണ്, അവരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ബദരീങ്ങളെ വസീലയാക്കുന്നു ആരംഭ റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വസീലയാക്കുന്നു. രോഗത്തിന്റെ അവസ്ഥ ഇങ്ങനെ കൂടിക്കൊണ്ടേ വന്നു. അങ്ങനെ മദീനയിലായിരുന്ന ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹുവിനെ മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ ഒരു കത്ത് കൊടുത്തയക്കുകയാണ്. മദീനയിലാണ് ഭർത്താവായ ഇസ്ഹാഖ് എന്നവരുള്ളത്. അവര് ഈജിപ്ത് വിട്ടിട്ട് മദീനത്തേക്ക് പോയി. കാരണം മദീനയിൽ താമസിക്കാനുള്ള ആഗ്രഹം കൊണ്ട്. അങ്ങനെ എത്രയോ ആളുകളുണ്ട് മദീനയിൽ പോയി താമസിക്കുകയാണ്. അവസാന സമയം മദീനയിൽ വെച്ച് മരിക്കണം. അതിൻ്റെ ഇടയിലേക്ക് മദീനയിലേക്ക് തിരിച്ചു പോകാനുള്ള ശ്രമവും മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ നടത്തിയിരുന്നു. മദീനത്തേക്ക് പോകണം, മരിക്കുന്നത് മദീനത്ത് വെച്ചാവണം. പക്ഷേ ആളുകൾ വിടണ്ടേ? നിങ്ങൾ ഇവിടെ ജീവിച്ച് ഇവിടെ മരിക്കുക എന്നല്ലാണ്ട് ഇവിടുന്ന് പോകാൻ പാടില്ല. ആളുകളുടെ രാജാവിന്റെയും അമീറിന്റെയും ഒക്കെ നിർബന്ധത്തിന് വഴങ്ങി ഈജിപ്തിൽ തന്നെ താമസിക്കേണ്ടി വന്നു. മദീനയിലേക്ക് പോവാൻ കഴിഞ്ഞില്ല. മഹദിയവറുകള് രോഗം മൂർച്ഛിച്ചുകൊണ്ടേയിരുന്നു. റമളാനിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ആയപ്പോഴേക്കും ബീവിയുടെ രോഗം ഇങ്ങനെ മൂർച്ഛിച്ച് വല്ലാത്ത രോഗം വല്ലാതെ വർദ്ധിച്ചു വന്നു. വൈദ്യന്മാര് വന്ന് പരിശോധിച്ചു. വലിയ വിദഗ്ധന്മാരായ ഡോക്ടർമാരായ സ്ത്രീ ഡോക്ടർമാര് വന്നിട്ട്, സ്ത്രീ വൈദ്യന്മാര് വന്നിട്ട് പരിശോധിക്കുകയാണ്. മരുന്ന് നൽകി. നോമ്പ് മുറിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അല്ലാ മഹദി പറഞ്ഞു, ഞാൻ നോമ്പ് മുറിക്കൂല. നോമ്പ് മുറിച്ചിട്ടില്ല പരിപാടി. കാരണം കഴിഞ്ഞ 30 വർഷമായി ഞാൻ അള്ളാഹിനോട് ദുആ ചെയ്യുകയാണ്, എന്നെ നോമ്പുകാരിയായി നീ മരിപ്പിക്കണേ അല്ലാ. കഴിഞ്ഞ ദിവസം മദീനയിൽ ഒരു സഹോദരി മരിച്ചത് നോമ്പുകാരിയായിട്ടാണ്. മദീനയിൽ മരിച്ചത്. ഏതെങ്കിലും ഒരു നന്മ ആ സഹോദരിക്ക് ഗുണമായിട്ടുണ്ടാവും. ചൊല്ലിയ സ്വലാത്തുകൾ ഉപകാരമായിട്ടുണ്ടാവും. 30 വർഷമായി ഞാൻ അള്ളാഹിനോട് എന്നെ നോമ്പുകാരിയായി മരിപ്പിക്കണത് ആർക്കാണ്. ഇപ്പൊ ഞാൻ എൻ്റെ രോഗം മാറാൻ വേണ്ടി ഈ സമയത്ത്, മരണമാസന്നമായ സമയത്ത് എൻ്റെ രോഗത്തിന്റെ വിഷയത്തിന് വേണ്ടി ഞാൻ നോമ്പ് മുറിക്കുകയോ? സാധ്യല്ല, എന്നെ കിട്ടൂല. റബ്ബേ, നീ എന്നെ നോമ്പുകാരിയായി മരിപ്പിക്കണേ അല്ലാ. എനിക്ക് മരണം സംഭവിക്കാനായിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ എന്നോട് നോമ്പ് മുറിക്കാൻ ആവശ്യപ്പെടുന്നത്. മഹദിയവറുകളെ അല്ലാഹുവിലേക്ക് തന്റെ ഖൽബും മനസ്സും തിരിക്കുകയാണ്. മഹദിയവറുകൾ ഇങ്ങനെ പാടിയത്ര, എന്നെ ഈ വൈദ്യന്മാരെ ഇടുന്ന ഒഴിവാക്ക്, ഇവരെ കൊണ്ടുപോ, എന്റെ റബ്ബിലേക്ക് എനിക്ക് പോകാനുള്ള സമയമായി. അതുകൊണ്ട് എന്റെ റബ്ബിലേക്ക് പോകാനുള്ള സമയം അനുവാദം തരൂ. എനിക്കതിനുള്ള ആഗ്രഹം വർദ്ധിച്ചു വരികയാണ്. ഈ രോഗത്തിന്റെ ഈ അവസ്ഥ റമളാനിന്റെ പല ഘട്ടങ്ങളിലായി അവർക്കിങ്ങനെ റമളാനിന്റെ ഒരുപാട് ദിവസങ്ങൾ കഴിയും തോറും അവർ രോഗം കൂടിക്കൊണ്ടുവന്നു. അങ്ങനെയാണ് വിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ബീവി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ഈ ലോകത്തോട് യാത്ര പറയുകയാണ്.
ശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻആമിലെ ആയത്തുകൾ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാ റബ്ബിന്റെ അടുക്കൽ അവർക്ക് രക്ഷയുണ്ട്, രക്ഷയുടെ ഭവനമുണ്ട്. ദാറുസ്സലാം ഇൻദ റബ്ബിഹിം, അല്ലാഹുവിന്റെ അടുക്കൽ അവർക്ക് രക്ഷയുടെ ഭവനമുണ്ട് എന്ന ആയത്തെത്തിയപ്പോൾ മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ഈ ലോകത്തോട് വിട പറയുകയാണ്. മരണം പോലും ഒരു അത്ഭുതം. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ, അതും സ്വർഗത്തിൽ വലിയ രക്ഷയുടെ ഭവനം, നാളെ ആഖിറത്തിൽ അവർക്ക് ദാറുസ്സലാമുണ്ട്, രക്ഷയുടെ ഭവനമുണ്ട്. ആ ആയത്തിങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് മഹദി അവറുകൾ ഈ ലോകത്തോട് വിട പറയണത്. വഫാത്തായതിന്റെ ശേഷം മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ ജനാസ മദീനയിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു ഭർത്താവായ ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. വഫാത്തിന്റെ ശേഷം ജനാസ മദീനയിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അതവർ ആഗ്രഹിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈജിപ്തുകാര് സമ്മതിച്ചില്ല. ഞങ്ങൾക്കത് സമ്മതിക്കാൻ കഴിയൂല, കൊണ്ടുപോകരുതേ, ഈജിപ്തിൽ തന്നെ അവരെ മറവ് ചെയ്യണം. ഒരു ധാരാളം സമ്പത്തുകള് മഹദിയുടെ ഭർത്താവായ ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹുവിന് ഹദിയയായി നൽകാൻ സ്വീകരിച്ചു. അദ്ദേഹം അതിനൊന്നും വഴങ്ങിയില്ല. നിങ്ങൾ എന്ത് തന്നാലും എനിക്ക് ഇവിടെ മദീനത്തേക്ക് കൊണ്ടുപോകണം. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ മദീനയിലേക്ക് കൊണ്ടുപോയി അവിടെ മറവ് ചെയ്യണം. നിങ്ങൾ എനിക്ക് എന്ത് പാരിതോഷികം തന്നാലും ഞാൻ സ്വീകരിക്കൂല. അല്ലാ രാത്രിയായപ്പോൾ ജനങ്ങളെല്ലാം പിരിഞ്ഞുപോയി. ജനങ്ങളെല്ലാം തന്ന ഹദിയകള് ജനങ്ങൾക്ക് തന്നെ തിരിച്ചു കൊടുത്തു. അങ്ങനെ രാത്രി കഴിഞ്ഞ് രാവിലെ ആയപ്പോൾ ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു ഈജിപ്തിൽ തന്നെ മറവ് ചെയ്യാമെന്ന തീരുമാനത്തിലെത്തി. പിന്നെ രഹസ്യങ്ങൾ ഉണ്ടാവും. പെട്ടെന്നൊരു തീരുമാനം മാറ്റം. രാത്രി എന്ത് ഹദിയ തന്നാലും ഞാൻ കൊണ്ടുപോകും, കൊണ്ടുപോയേ പറ്റൂ. എല്ലാവരും പിരിഞ്ഞുപോയി, രാത്രിയാകുമ്പോൾ പിരിഞ്ഞുപോയി. രാവിലെ ആയപ്പോൾ ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, വേണ്ട, ഈ ജനാസ ഇവിടെ തന്നെ മറവ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പൊ ജനങ്ങളൊക്കെ അത്ഭുതമായി. ഇന്നലെ അമീർ വന്നിട്ടും നാട്ടുകാർ വന്നിട്ടും മുഴുവൻ ജനങ്ങൾ പറഞ്ഞിട്ടും ഒരു മാറ്റവും വരുത്താത്ത നിങ്ങൾ എന്തേ ഇപ്പൊ ഒരു തീരുമാനത്തിൽ ഒരു മാറ്റം വന്നത്? എന്താണ്? എന്തേ മദീനയിൽ കൊണ്ടുപോകുന്നില്ല? ഇവിടെ തന്നെ ഇവിടെ തന്നെ മറവ് ചെയ്യാനുള്ള തീരുമാനം, ആ തീരുമാനത്തിൽ മാറ്റം വരുത്താനുള്ള കാരണം എന്താണ്? ഇന്നലെ രാത്രിയിൽ മഹാനായ ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവായ ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു പറയാൻ, ഇന്നലെ രാത്രി നിങ്ങളെല്ലാവരും പിരിഞ്ഞു പോയപ്പോ ഞാനൊന്ന് അല്പം വിശ്രമിച്ചു, ഞാനൊന്ന് അറിയാണ്ട് ഉറങ്ങിപ്പോയി. ആ ഉറക്കിൽ എൻ്റെ അടുക്കലേക്ക് വന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതെ, എന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങളതാ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയെ ഈജിപ്തുകാർക്ക് നിങ്ങൾ വിട്ടുകൊടുക്കണേ, അവര് തന്ന ഹദിയയും അവർക്ക് തിരിച്ചു കൊടുക്കണേ എന്ന് എന്നോട് എൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് എന്നോട് പറയുകയുണ്ടായി. അല്ലാഹുവേ,
ഒരുപാട് കാലമായി ആഗ്രഹിക്കുന്ന നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയെ സിയാറത്ത് ചെയ്യണം. ഇൻഷാ അല്ലാഹ് ജൂൺ മാസത്തിൽ ഇൻഷാ അല്ലാഹ് ഹജ്ജ് കഴിഞ്ഞിട്ട് വന്നിട്ട് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് ഒരു യാത്ര പോകാനുള്ള ഉദ്ദേശമുണ്ട്. യാത്രയിൽ കൂടെ വരാൻ ആഗ്രഹമുള്ളവർക്ക് ഇൻഷാ അല്ലാഹ് വരാനുള്ള സൗകര്യമുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളെ പിന്നീട് അറിയിക്കും. നമുക്ക് ഇൻഷാ അല്ലാഹ് അള്ളാഹിന്റെ തൗഫീഖിനാലെ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി നമുക്ക് പോകണം ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ദുആർക്കുന്നതിന് കുറവും വേണ്ട. പൈസ തരുന്നത് അള്ളാഹുവാണ്, വഴികൾ തുറന്നു തരുന്നത് അള്ളാഹുവാണ്. ആ റബ്ബ് നമുക്കതിന്റെ വഴികൾ അള്ളാഹു തുറന്നു തരട്ടെ. പരിശുദ്ധമായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയെ സിയാറത്ത് ചെയ്യാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ ദുആ അല്ലാഹു മുസ്തജാബായ ഇജാബത്ത് കിട്ടുന്ന ദുആയായി അല്ലാഹു നമ്മളെ ഖബൂൽ ചെയ്യട്ടെ. അതിന്റെ ഗുണം ഇൻഷാ അല്ലാഹ് അല്ലാഹുവേ എത്രയും പെട്ടെന്ന് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് ഞങ്ങൾക്ക് പോകാനുള്ള തൗഫീഖ് തരണേ അല്ലാഹ്. ഈജിപ്തിൽ തന്നെ അവരുടെ ഖബർ മറവ് ചെയ്യണമെന്നത്, അവര് ഖബർ കുഴിച്ച് വെച്ച ഖബറിൽ തന്നെ അവരുടെ ജനാസ മറവ് ചെയ്യണമെന്നത് മഹദിയുടെ ആഗ്രഹമായിരുന്നുവല്ലോ. ആ ആഗ്രഹം അള്ളാഹുവിന്റെ റസൂലും അംഗീകരിച്ചു. അവിടെ തന്നെ മറവ് ചെയ്യാനുള്ള നിർദ്ദേശം കൊടുത്തു. അങ്ങനെ അവിടെ തന്നെ ജനം മറവ് ചെയ്തു. ഈജിപ്തിലെ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ ഖബർ ഷരീഫ് ഇന്നും പ്രസിദ്ധമാണ്. ഇമാം ഷാഫി റളിയല്ലാഹു വഫാത്തായപ്പോ അവിടുത്തെ ജനാസ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ കണ്ടുവന്ന് ദുആ ചെയ്യിപ്പിച്ചിട്ടാണ് ഖബറിലേക്ക് കൊണ്ടുപോയി മറവ് ചെയ്തത്. അതുപോലെ ഇന്നും ആ നാട്ടിൽ ആര് മരണപ്പെട്ടാലും അവരുടെ ജനാസയുമായി അവർ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ ഖബർ ഷരീഫിലേക്ക് അടുക്കലേക്ക് വരും. എന്നിട്ട് അവിടെ വെച്ച് ദുആ ചെയ്യിപ്പിച്ചിട്ടാണ് ആ ജനാസ ഖബറിലേക്ക് കൊണ്ടുപോകാറുള്ളത്. മാഷാ അല്ലാഹ്. ദുആക്ക് ഉടനെ തന്നെ ഉത്തരം ലഭിക്കുന്ന ഒരു സ്ഥലമാണ് അവിടുത്തെ മഖ്ബറ. അങ്ങനൊരു ഗുണമുണ്ട്. അപ്പം ഓൺ ദ സ്പോട്ടിൽ തന്നെ ഉത്തരം കിട്ടും. അത്ര ഇത്രയും ആളുകൾ അനുഭവമാണ്. ഇൻഷാ അല്ലാഹ് പോണ്ടേ? പോണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അവിടെ പോയിട്ട് നമുക്ക് ദ്വാരക്കണം, പൊട്ടിക്കരയണം, നമ്മുടെ വിഷമങ്ങൾ പറയണം. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയെ സിയാറത്ത് ചെയ്ത് അവിടെ വെച്ച് ദുആ ചെയ്താൽ അപ്പൊ തന്നെ ഉത്തരം കിട്ടുന്ന വലിയ ഒരു ദുആഇന് ഇജാബത്തുള്ള ഒരു സ്ഥലമാണ്. അല്ലാഹുവേ ഞങ്ങൾ അവിടെ നീ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്ത് ഇങ്ങനെയൊക്കെ ജീവിച്ച് എല്ലാ നിലക്കും നാഥനായ റബ്ബിന് വേണ്ടി ജീവിതം സമർപ്പിക്കുമ്പോൾ അല്ലാഹു കൊടുക്കുന്ന വലിയ ഉപകാരങ്ങളാണ്. അല്ലാഹുവേ നീ ഞങ്ങളെ കബൂലാക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയെ സിയാറത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്. ആഗ്രഹം വെച്ചോ, സാധിപ്പിച്ചിട്ടുണ്ട് അല്ലല്ലേ. ആഗ്രഹത്തിനൊരു കുറവ് വേണ്ട. എന്റെ കയ്യിൽ പൈസ ഉണ്ടാവോ, എനിക്ക് സൗകര്യം ഉണ്ടാവോ, എനിക്ക് പോകാൻ കഴിയോ, അങ്ങനെ ഒരു ശങ്ക വേണ്ട. ആഗ്രഹം ഏതായാലും മനസ്സിൽ കിടക്കട്ടെ. ദുആകളും അള്ളാഹിനോട് ചെയ്യും. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളവിടെ എത്തിക്കും, ഉറപ്പാണ്. അള്ളാഹു എത്തിച്ചു തരട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹ് ആഗ്രഹമുണ്ട്, അല്ലാഹ് സാധിപ്പിച്ചു തരേണ്ടവൻ നീയാണ്. സൗകര്യം ചെയ്തു തരണേ അല്ലാഹ്.